ഹലോ ഗൈസ്, ഐ ആം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂപ്പർ ഏർണേഴ്സ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഏറെ നാളത്തെ കാത്തിരിപ്പ് നോട്ടിഫിൽ ദ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ട്രെയിലർ അങ്ങനെ റിലീസായിരിക്കുകയാണ്. സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ട്രെയിലറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രെയിലർ വെറും കിട്ടിലാണ്, ഒന്നൊന്നര പൊളി മാസമാണ്. ഞാൻ കൂടുതൽ ടൈം കളയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ്, നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. സോ നമുക്ക് നേരെ ബ്രേക്ക് ഡൗണിലേക്ക് കിടക്കാം. സോ ഗൈസ്, നമ്മുടെ ട്രെയിലർ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളതെന്ന് വെച്ചാൽ, പലർക്കും ഈ ഒരു സിനിമയുടെ ടൈം ലൈനെ കുറച്ച് സംശയമുണ്ട്. അതായത് ഈ സിനിമ എപ്പോഴാണ് നടക്കുന്നത് എന്നതിനെ ചുറ്റിപ്പറ്റി സംശയമുണ്ട്. എനിക്കും സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കൺഫർമേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും നമ്മുടെ ഒരു അസംഷൻ പറയുകയാണെങ്കിൽ ഈ സിനിമ നടക്കുന്നത് ഒരു ലേറ്റ് 2027 അല്ലെങ്കിൽ 2028 നമുക്ക് വിശ്വസിക്കാം. കാരണം നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ 4 വർഷങ്ങൾക്ക് ശേഷം ആണ് നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഈ ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡെയർ ഡെവിൾ ബോൺ അഗൈൻ്റെ സീസൺ 2 വരെയാണല്ലോ. അതിന് ശേഷമാണ് നടക്കുന്നതെന്നാണ് തോന്നുന്നത്. അതിന് ശേഷമാണ് അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തൊക്കെ തന്നെയായാലും നമ്മുടെ പീറ്റർ പാർക്കർ ഇപ്പോൾ കോളേജിൻ്റെ 3rd ഇയറോ 4th ഇയറിലോ സംതിങ് ആണ്. കാരണം നമുക്കതിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം പീറ്റർ പാർക്കർ ഇപ്പോൾ ഹൈസ്കൂളിലല്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അത് പുള്ളിക്ക് ഒരു 21 വയസ്സെങ്കിലും വരും. 21-22 ഏജ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ട്രെയിലർ തുടങ്ങുമ്പോൾ നമുക്ക് കാണുന്നത് വെച്ചാൽ പീറ്റർ അല്ലെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ കോസ്റ്റ്യൂം ഇട്ട് ഒരു ബിൽഡിങ്ങിൽ തലകുത്തി നിന്നൊരു റീല് കാണുകയാണ് തൻ്റെ ഫോണിൽ. ആ ഫോണിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ MJയും നെഡും ഒരു റീലുണ്ടാക്കി പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് അവരുടെ ഫസ്റ്റ് ഇയർ ഓഫ് MITയിലെ ആ ഒരു ഫസ്റ്റ് ഇയർ. സോ നേരത്തെ പറഞ്ഞു 3rd ഇയർ 4th ഇയർ പീറ്റർ. സോ ഐ തിങ്ക് ആ ഇയർ ഞാൻ തിരിച്ചെടുക്കുകയാണ്. ബട്ട് ഐ തിങ്ക് എന്നല്ല, പുള്ളിക്കാരി ഇപ്പോൾ കോളേജിലാണ്. കാരണം ഈ MIT കേസ് കൺഫേം ചെയ്യുന്നുണ്ട്. MIT എന്ന് പറഞ്ഞാൽ ഒരു കോളേജ് എടുത്തൊരു സെറ്റപ്പാണ് അമേരിക്കയിൽ. നമ്മുടെ ഒരു എന്താ പറയുക, മെക്കാനിക്കൽ ഫുൾ ഫോം ഞാൻ മറന്നുപോയി. പക്ഷെ എന്നാലും MIT എന്ന് പറയുന്നത് ഇത്ര അറിഞ്ഞാൽ ഒരു കോളേജാണ്. സോ അതിൽ ഫസ്റ്റ് ഇയറാണ് അവർ. അപ്പം പീറ്റർ പാർക്കറും അതേ സെയിം ഏജ് ആണല്ലോ. അപ്പോൾ പുള്ളിക്കാരനും ആ ഒരു ഇതായിരിക്കും. ബട്ട് ആ ഒരു ടൈം ജമ്പ് അല്ലെങ്കിൽ ടൈം ഗ്യാപ്പ് ഉണ്ട്. സോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പീറ്ററിന് കടുത്ത ഡിപ്രഷനാണ്. കടുത്ത ഡിപ്രഷൻ എന്ന് പറയുന്നത് പുള്ളിക്കാരനെ തൻ്റെ ഫേസ് മാസ്ക് ഇട്ടെടുത്ത് ചാടുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ പുള്ളിക്കാരൻ്റെ ഡിപ്രഷൻ്റെ റിയൽ റീസൺ എന്ന് പറയുന്നത് ആ നെഡിനും MJയ്ക്കും ഒന്നും തന്നെ അറിയില്ല. ആ ഒരു വിഷമം പുള്ളിയുടെ ഉള്ളിലുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ പീറ്റർ ഒരു ഡൈനർ അല്ലെങ്കിൽ കഫേ പോലത്തെ സ്ഥലത്തേക്കാണ്. അവിടെ വെച്ചിട്ട് നെഡിനെ കാണുകയാണ്. സോ അവിടെ വെച്ചിട്ടായിട്ട് നമ്മളൊരു വോയിസ് ഓവർ കേൾക്കുന്നുണ്ട്. ഹായ്, ഞാനാണ് പീറ്റർ പാർക്കർ എന്ന് പറഞ്ഞുകൊണ്ട്. അത് നമ്മൾ വിചാരിക്കും നമ്മളടുത്ത് പറയുന്ന ഒരു 4th വാൾ ബ്രേക്കിംഗ് പോലെയാണ്. പക്ഷെ അല്ല, നെഡിൻ്റെ അടുത്ത് പറയുന്നതായിട്ട് കാണിക്കുന്നില്ല. പക്ഷെ നെഡിൻ്റെ അടുത്ത് തന്നെയാണ് പറയുന്നത്, ഞാൻ പീറ്റർ പാർക്കറാണ്. എന്താ പറയുക, എനിക്ക് നിങ്ങളെ പരിചയമുണ്ടായിരുന്നു. ഒരു വലിയൊരു ആപത്തുണ്ടായി. ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എല്ലാവരുടെയും മറവി എല്ലാവരുടെയും ഓർമ്മ എറേസ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് വെച്ചാൽ പീറ്റർ പാർക്കർ തൻ്റെ സൂട്ട് വാഷ് ചെയ്യാനായിട്ട് വാഷിംഗ് മെഷീനിലിട്ട് പുള്ളിക്കാരൻ്റെ കാലിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര മുറിവുകളും കാര്യങ്ങളുണ്ട്. പക്ഷേ ആ പുള്ളിക്കാരൻ ഇരിപ്പുണ്ടായിരുന്ന പുള്ളിക്കാരൻ നല്ല ഡിപ്രഷൻ സ്റ്റേജിലാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. സോ പിന്നെ നമുക്കെന്ന് വെച്ചാൽ സ്പൈഡർമാന് നമ്മളെ സിറ്റിയുടെ അതൊരു ഓണററി പോലെ കൊടുക്കുന്നതാണ്. അത് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ആ സംഭവം പീറ്ററും നെഡും ഇരുന്ന് കാണുകയാണ്. പക്ഷേ അവർക്കറിയില്ല അവരുടെ സുഹൃത്തായിരുന്ന പീറ്ററായിരുന്നു ഈ സ്പൈഡർമാനെന്നും. പീറ്റർ എന്ന ആളെപ്പോലെ അവർക്ക് അറിയത്തില്ല. സോ പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു സ്മോൾ ഷോട്ടാണ്. ആ കിട്ടിയപ്പോൾ സ്പൈഡർമാനെ കിട്ടിയ നമ്മളെ പീറ്റർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കീ ഓഫ് ദ സിറ്റി. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ പീറ്റർ സിങ് ചെയ്ത് പോകുന്നതാണ്. അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ ഈ ഫൈറ്റാണ് നമ്മുടെ ഗ്ലാസ്ഗോയിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തത്, മറ്റേ ടാങ്കറിനൊക്കെ വെച്ച്. അവിടെ പണിഷർ ഒരു വാൻ ഓട്ടിച്ച് വരുന്നതായിട്ടാണ് കാണുന്നത്. ആ വാൻ വെച്ചിട്ട് നമ്മുടെ പീറ്റർ പാർക്കറിനെ അല്ലെങ്കിൽ സ്പൈഡർമാനെ ഇടിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽ ഞാൻ കണ്ടെത്തി. നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ നമ്മുടെ സ്പൈഡർമാൻ്റെ വെബ് ഭയങ്കര ശക്തിയുള്ളതാണെന്ന് പറയുന്നുണ്ട്. ശക്തിയുള്ളതാണ്. എന്നാൽ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ അത് തനിയെ അലിഞ്ഞു പോവുകയും ചെയ്യും. എന്നാൽ നമ്മുടെ സ്പൈഡർമാൻ ഈ ഒരു വെബ് ഉപയോഗിച്ച് നമ്മുടെ ഫ്രാങ്ക് കാസിൽ അഥവാ പണിഷറിൻ്റെ ആ ഒരു ഗണ്ണിലോട്ട് ഫയർ ചെയ്യണം.
വെബ് ചെയ്യാണ്. അപ്പോൾ വെബ് ചെയ്യുന്ന സമയത്തായിട്ട് പുള്ളിക്കാരൻ നമ്മുടെ ഫ്രാങ്ക് കാസിലുള്ള പണിഷർ ഫയർ ചെയ്യണം. സോ ബുള്ളറ്റ് തടയാനുള്ള ഒരു ലെവൽ സെറ്റപ്പ് ഇതിനുണ്ടെന്ന് ഇല്ല എന്ന് നമുക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. സോ പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ സ്പൈഡർമാൻ വന്നിട്ട് വാനിൽ നിന്ന് നമ്മുടെ ഫ്രാങ്ക് കാസിലെ പണിഷറിനെ എടുത്ത് എറിയുന്നതായിട്ടാണ്. അപ്പം മദർ എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ആ സംഭവം പറയുമ്പോൾ പുള്ളിക്കാരൻ വെബ് ചെയ്തിടുന്നുണ്ട്, വായിലോട്ട് വെബ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന വെച്ചൊരു പാർട്ടിയാണ്. ഇപ്പോൾ പാർട്ടി ഇൻ ദ സെൻസ് ഇപ്പോൾ പീറ്റർ പാർക്കർ പോകുന്ന ഒരു കോളേജിൽ അവിടെ നിന്ന് ഇൻവൈറ്റ് കിട്ടി വന്നതാണ്. അവിടെ നമ്മൾ കാണുന്ന ഒരു വോയിസ് ഓവർ എന്ന് വെച്ചാൽ പീറ്റർ പാർക്കറിന് പല കാര്യങ്ങളും വേദന ഉണ്ടാവും. ആ വേദന ഉണ്ടാവുന്ന കാര്യങ്ങൾ പലതും സ്പൈഡർമാൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ നമ്മുടെ MJ ഒരുത്തനായിട്ട് നിൽക്കുന്നതാണ്. ഒരുത്തൻ ഇൻ ദ സെൻസ് ഒരുത്തൻ എന്നേ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു പോൾ എന്ന് പറയുന്നൊരു തിയറി പറയുന്നുണ്ട്. സോ പോൾ എന്ന് പറയുകയാണെങ്കിൽ കോമിക്സിൽ നമ്മുടെ എന്താ പറയുക, ഈ ഒരു പീറ്റർ പാർക്കറിൻ്റെയും MJയുടെ ലവ് ഇല്ലാതിരുന്ന സമയത്ത് കയറി വന്ന് പ്രേമിച്ചൊരുത്തനാണ്. സോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, എടി MJ മോളെ, നീ മുടി കെട്ടി വച്ചിരുന്നപ്പോൾ പീറ്ററിൻ്റെ കൂടെ ഇവൻ്റെ കൂടെയും ഇപ്പം മുടി അഴിച്ചിട്ടപ്പോൾ ഇവൻ്റെ കൂടെ അല്ലേ, കൊള്ളാൻ കേട്ടാ. അതെൻ്റെ മനസ്സിൽ എനിക്ക് പറയണമെന്ന് തോന്നി. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അതിലൊരു കുഴപ്പമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങ് പറഞ്ഞു, അത്രേ ഉള്ളൂ. സോ പിന്നെ നമ്മളെന്ന് വെച്ചാൽ പീറ്റർ ബോധം കെടുകയാണ്. സോ ഇപ്പോൾ പീറ്റർ വളരെയധികം തളർന്നു പോവുകയാണ്. പീറ്റർ ബോധം കെടുകയാണ്. സോ പീറ്റർ ചോദിക്കുന്നുണ്ട്, എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന്. സോ ഗൈസ്, ഇവിടെയാണ് ഞാൻ ഈ തിയറി മുമ്പ് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇവിടെ നമ്മൾ കുക്കൂൺ തിയറി എന്ന് പറയുന്ന സംഭവം വരികയാണ്. സോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഇത് കാണുന്നത് വെച്ചാൽ പീറ്റർ ഫുൾ വെബായിട്ട് നിൽക്കുന്നതായിട്ടാണ്. സോ ഇതിൻ്റെ കോമിക് സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ അമേസിങ് 2005 പുറത്തിറങ്ങിയ അമേസിങ് സ്പൈഡർമാൻ ദ അതർ എന്ന് പറയുന്ന കോമിക്സിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. പീറ്റർ പാർക്കറിന് വളരെ റെയറായിട്ടുള്ള സെൽ ഡിസീസ് വന്ന് പീറ്റർ പാർക്കർ മരണത്തിൻ്റെ വക്കിൽ നിൽക്കുകയാണെന്ന് നമ്മളെ പീറ്റർ മനസ്സിലാക്കുന്നു. പിന്നെ മോർലൻ എന്ന് പറയുന്ന വില്ലൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ഫൈറ്റ് കാരണം പുള്ളിക്കാരൻ നമ്മുടെ പീറ്റർ പാർക്കർ മരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ പീറ്റർ പാർക്കറിൻ്റെ ബോഡി ബറിയുന്നില്ല, കുഴിച്ചിടുന്നില്ല, പകരം ബ്രുക്ലിൻ ബ്രിഡ്ജിൻ്റെ അടി കൊണ്ടുവരികയാണ്. അവിടെ വെച്ചിട്ട് ആ പുള്ളിക്കാരൻ്റെ ബോഡിയിലുള്ളൊരു കുക്കൂൺ ഫോം ചെയ്യുകയാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ ഈ സ്പൈഡർ ഗോഡായിട്ട് ഉള്ള ആ ഗോഡ് വന്നിട്ട് ഒരു വിഷൻ പീറ്ററിന് കിട്ടുകയാണ്. പുള്ളിക്കാരൻ സ്പൈഡർമാനായിട്ട് അവിടെ നിന്ന് വീണ്ടും എമർജ് ചെയ്യുകയാണ്. സോ ഇതിൻ്റെ ഒരു ഗുണം കോമിക്സിൽ കിട്ടിയെന്ന് വെച്ചാൽ പീറ്റർ പാർക്കറിന് ഓർഗാനിക് വെബ് കിട്ടി. സോ നമുക്കറിയാം പീറ്റർ പാർക്കർ ഇൻ ദ സെൻസ് സ്പൈഡർമാൻ ഇൻ ദ സെൻസ് നമ്മൾ നോ വേ ഹോമിൽ കണ്ടൊരു ഫേമസ് സീനാണ്. നമ്മുടെ ടോബി മഗ്വയറിന് മാത്രമേ ഓർഗാനിക് വെബുള്ളൂ. ബാക്കി ആൻഡ്രൂ ഗാർഫീൽഡ് ആവട്ടെ, നമ്മുടെ ടോം ഹോളണ്ട് ആയിക്കോട്ടെ, അവരൊക്കെ വെബ് ഫ്ലൂയിഡൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഉള്ളൊരു സെറ്റപ്പാണ്. അത് നമ്മുടെ ടോബിയും ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ വെബ് ഫ്ലൂയിഡാണോ ഉപയോഗിക്കുന്നത്? പക്ഷേ ഇത് കോമിക്സിൽ നടന്നൊരു കാര്യമാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്ന് തോന്നി. പക്ഷേ അത് ഈ കോമിക്സിൽ നടന്ന കാര്യം നമുക്ക് ഒന്ന് ടച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഈ മൂവിയിൽ സംഭവിക്കുന്നൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പീറ്റർ പാർക്കറിന് സ്റ്റാർക്ക് ടെക്ക് മൊത്തം നഷ്ടപ്പെടുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പീറ്ററിന് ഇപ്പോൾ സ്റ്റാർക്കിൻ്റെ ഹെൽപ്പ് അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ പീറ്ററിന് തന്നെ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ മ്യൂട്ടേറ്റ് ആയിക്കൊണ്ട് ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ പീറ്റർ പാർക്കറിന് വേണ്ടിയിട്ട് നമ്മുടെ ടോണി സ്റ്റാർക്ക് ഉണ്ടാക്കി കൊടുത്ത സൂട്ടുകൾ വെറും പ്രൊട്ടക്ഷൻ സൂട്ട്സ് മാത്രമായിരുന്നില്ല, അതിൽ ബയോമെട്രിക് മോണിറ്റേഴ്സും മെഡിസിനൽ സ്റ്റെബിലൈസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതെന്ന് പറയുന്നത് പീറ്ററിൻ്റെ ബോഡി മ്യൂട്ടേറ്റ് ചെയ്യാൻ അതിൻ്റെ ഒരു മെറ്റബോളിസത്തിൻ്റെ ഒരു ആക്ടിവിറ്റി പോലെയാണ് ഈ കുക്കൂൺ വരുന്നത്. സോ ഗൈസ്, ഞാൻ പറഞ്ഞിട്ടില്ല ഈ തിയറി, പക്ഷേ ഈ കുക്കൂൺ തിയറി ഓൾമോസ്റ്റ് കറക്റ്റായി വരികയാണ്. ഓഫ്കോഴ്സ് നമുക്കത് കൺഫേം ചെയ്യാം ഓൾമോസ്റ്റ്. പിന്നെ നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ പീറ്റർ തൻ്റെ ബോഡിയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നൊരു ഇതാണ്, അത് ഒരു മെഷീനിലൊക്കെ നിന്നുകൊണ്ട്. പിന്നീടാണ് നമ്മുടെ അണ്ണൻ്റെ വരവ്, ഡോക്ടർ ബാനർ. സോ അവിടെ എന്തോ ഒരു ക്ലാസ്സോ ഡോക്ടർ ബാനർ എനിക്ക് തോന്നുന്നു ഡോക്ടർ ബാനർ ഈ ഗസ്റ്റ് ലെക്ചറർ ആവില്ല, മറിച്ച് പീറ്റർ പഠിക്കുന്ന കോളേജിലെ ഒരു പ്രോപ്പർ ലെക്ചറർ ആവണം, അല്ലെങ്കിൽ സാറായിരിക്കണം.
അവിടുത്തെ നമ്മുടെ ഡോക്ടർ ബാനർ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സിനിമയിൽ നമ്മുടെ മാർക്ക് റഫലോയുടെ ഡോക്ടർ ബാനർ എന്ന് പറയുന്ന റോള് നമ്മുടെ ഫാർ ഫ്രം ഹോം സിനിമകൾ അല്ലെങ്കിൽ ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിമിലൊക്കെ നമ്മളെന്താ പറയുക, നമ്മൾ ടോണി സ്റ്റാർക്ക് എങ്ങനെയായിരുന്നോ നമ്മുടെ ഈ ഒരു പീറ്റർ പാർക്കറിൻ്റെ മെൻറ്ററായിരുന്നു, അതുപോലത്തെ ഒരു മെൻറ്റർ ആണ് നമ്മുടെ ഈ ഒരു സിനിമയിൽ എന്നാണ് ഇതിൻ്റെ ഒരു സിനോപ്സിസ്. സോ എന്തായാലും ഡോക്ടർ ബാനറിൻ്റെ അടുത്ത് ചെന്ന് പറയാണ് എനിക്കൊരു സഹായം വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സഹായം വേണം എന്നൊക്കെ ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പീറ്ററിൻ്റെ അടുത്ത് ചോദിക്കുന്നത് നിൻ്റെ പേരെന്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. സോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഈ സംഭവിക്കുന്നത്. ഒരു മലയാളി എന്ന രീതിക്ക് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം, സന്തോഷിക്കാം. നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലർ മലയാളത്തിൽ ഡബ് ചെയ്തിരിക്കുകയാണ്. ഡബ് ചെയ്ത ഇൻ ദ സെൻസ് ഈ സിനിമ മലയാളത്തിലും ഇറങ്ങുന്നുണ്ട്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഷാങ്ചി എറ്റാണ് സാഡ് സിനിമയുടെ സമയത്തൊക്കെയാണ് മാർവലിൻ്റെ ഒരു പടം മലയാളത്തിൽ വന്നത്. ബട്ട് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ സ്പൈഡർമാൻ്റെ എല്ലാ പടങ്ങളും മലയാളം ഡബ് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ. സോ എന്തായാലും ആ ഒരു ട്രെയിലർ ഞാൻ കണ്ടായിരുന്നു. അത് എക്സലൻറ്റ് ഡബ്ബിങ് ഗൈസ്. പക്ഷേ ഞാൻ ഡബ് ചെയ്ത സിനിമ കാണില്ല, പക്ഷേ ട്രെയിലർ ആ ട്രെയിലർ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അത് ഒന്നും അറിഞ്ഞൂടാത്തവർക്ക് മലയാളത്തിലൊക്കെ പോയി കാണാം. പക്ഷേ ട്രെയിലർ എനിക്കതൊന്ന് അപ്രിഷിയേറ്റ് ചെയ്യണമെന്ന് തോന്നി. എനിക്ക് സോണിയോ മാർവലോ എനിക്കൊന്നും തരുന്നില്ല എന്നാൽ പോലും പറയാണ് ട്രെയിലർ കിളിലാണ്. പക്ഷേ ട്രെയിലറിൻ്റെ മലയാളം ഡബ്ബിങ് ഇസ് ടോപ്പ് നോച്ച്, വേറെ ലെവൽ. എസ്പെഷ്യലി നമ്മുടെ പീറ്റർ പാർക്കറിന് ഡബ് ചെയ്ത ബ്രോ ആരാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എക്സലൻറ്റ് ബ്രോ. അവന് മാത്രമല്ല, പുള്ളി മാത്രമല്ല, എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. സോ ബാക്ക് ടു ദ ബ്രേക്ക് ഡൗൺ. അപ്പം നമ്മുടെ ഈ ഒരു ഡോക്ടർ ബാനർ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു നിൻ്റെ പേര് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം പറയുന്നതെന്ന് വെച്ചാൽ നിൻ്റെ ഈ മ്യൂട്ടേഷൻ നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അത് മ്യൂട്ടേറ്റ് ആവുന്നത് വളരെയധികം ഡേഞ്ചറാണെന്ന് പറയുന്നുണ്ട്. പിന്നീട് മ്യൂട്ടേറ്റ് ആവുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റപ്പ് തന്നെയാണ്, മ്യൂട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സ്റ്റാർക്കുമായിട്ടുള്ള ടെക്ക്. സോ ഈ മ്യൂട്ടേഷൻ കൺട്രോൾ ചെയ്യാൻ വേറൊരു എക്സ്ട്രീം സംഭവം പറയാം. ഇത് മാർവലിൽ MCUവിൽ വരുമോ എന്നെനിക്ക് സംശയമാണ്. എന്നാൽ പോലും കോമിക്സിൽ മാൻ സ്പൈഡർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. നമ്മളെ സ്പൈഡർ നോവാറിൻ്റെ ട്രെയിലർ വന്നില്ലേ, അതിൽ കണ്ട പോലെ ഈ സ്പൈഡർമാൻ ഒരു മാൻ സ്പൈഡറായി മാറി, സ്പൈഡർമാന് പല കാലുകൾ വരുന്ന 8 കാലുകൾ വരുന്ന ആ ഒരു സെറ്റപ്പ് കോമിക്സിലുണ്ടായിട്ടുണ്ട്. ആ ഒരു സംഭവം പക്ഷേ അത് ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതെന്ന് മാത്രം. പിന്നീട് നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ് മേയുടെ ടൂംബ്, അതായത് മെയ് പാർക്കർ ആളുടെ ടൂമ്പെന്ന് വെച്ചാൽ ആ കുടീരത്തിൽ പോയി പുള്ളിക്കാരൻ നമ്മുടെ പീറ്റർ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ അതൊരു ഇമോഷണൽ സീൻ ആവാനായിരിക്കും സാധ്യത. നമ്മുടെ നമ്മുടെ ഈ ഒരു എന്താ അതിൻ്റെ പേര്, നമ്മുടെ അമേസിങ് സ്പൈഡർമാൻ്റെ ഒക്കെ അവസാനം കണ്ട പോലെ ഒരു ഇമോഷണൽ സീനായിരിക്കാം. ബട്ട് ഇൻ ദ സെൻസ് പറയുകയാണെങ്കിൽ ആ സീനിൽ ചിലപ്പോൾ നമ്മൾ ഹാപ്പിയോ ആരെങ്കിലും വരാം ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തത്. പക്ഷേ എൻ്റെ ഒരു സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ആ സീനിൻ്റെ തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ പീറ്റർ പാർക്കർ ഫുള്ളി ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിരിക്കും ആ ഒരു സീനിൽ. കാരണം അവിടെ സപ്പോർട്ട് ചെയ്യാൻ ആരും വരത്തില്ല. പിന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, എനിക്കുള്ളതാണ്, MJ ആൻഡ് നെഡ് ഇവർക്ക് അല്ലെങ്കിൽ ലോകത്തിന് മൊത്തം പീറ്റർ പാർക്കർ അല്ല സ്പൈഡർമാൻ. എന്നാൽ പീറ്റർ പാർക്കറിനെ അറിയാവുന്ന ആൾക്കാരടുത്ത് പീറ്റർ പാർക്കിനെ ആ ഒരു തിരിച്ചോർമ്മ കിട്ടുമോ ബാക്കിയുള്ളവർക്ക് പീറ്റർ പാർക്കർ ആരായിരുന്നു അവരുടെയൊക്കെ ജീവിതത്തിൽ എന്നുള്ളൊരു ഓർമ്മ കിട്ടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ്, അതിന് നല്ല ചാൻസുകളുണ്ട്. കാരണം പീറ്റർ പാർക്കിൻ്റെ ആ ഒരു ഡിപ്രഷൻ അത് കുറഞ്ഞു കിട്ടാനും പിന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഒക്കെയാണ് വരുന്നത്. സോ അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ ഡോക്ടർ സ്ട്രേഞ്ച് ഇസ് അറൗണ്ട് ഹിയർ. സോ അതുകൊണ്ട് നല്ലൊരു ചാൻസ് ഉണ്ട്. പക്ഷേ അതെങ്ങനെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. MJ ഇനിയൊരു സ്പൈഡർമാൻ പടമുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ എന്നാൽ പോലും ഐ മസ്റ്റ് സേ ഡസ്റ്റിൻ ഡാനിയൽ ക്രസ്റ്റനിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പുള്ളിക്കാരൻ ആക്ഷൻ പടമൊക്കെ എടുക്കാൻ, ഷാങ്ചിയൊക്കെ നമ്മൾ കണ്ടതല്ലേ, അതേപോലെ പുള്ളിക്കാരൻ ആക്ഷൻ പടം, ആക്ഷൻ ഇൻ ദ സെൻസ് ഇത്രയും ക്ലിപ്പ് കണ്ടതിന് ശരിക്കും ആക്ഷൻ നമ്മളെ ഇതുവരെ ഇറങ്ങിയ ഫാർ ഫ്രം ഹോം കമ്മിങ് ട്രിലജി അല്ലെങ്കിൽ ഫാർ ഫ്രം ഹോം ട്രിലജിയെക്കാട്ടെ ബെസ്റ്റ് ഒരു
ആക്ഷൻ വൈസ് ഇതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. എന്തൊക്കെ തന്നെ ഞാൻ ടോപ്പിക് ഇടയ്ക്കൊക്കെ മാറ്റുന്നുണ്ട്. ഇതിൻ്റെ സബ് ടോപ്പിക്കാണ്, വേറെ ഔട്ട് ഓഫ് ടോപ്പിക് എന്നല്ല, സബ് ടോപ്പിക് തന്നെയാണ്. സോ എന്തൊക്കെ തന്നെ ആ ടോം സ്റ്റോൺ നിന്നിട്ട് ശേഷം നമ്മൾ കാണുന്നത് വെച്ചാൽ നെറേറ്ററിൻ്റെ ഒരു ഇതാണ്. ഒരു നെറേറ്റർ എന്നേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ നെറേറ്റർ ഇത് പറയുന്ന ആളെന്ന് പറയുന്നത് ടൂം സ്റ്റോൺ എന്ന് പറയുന്ന വില്ലനാണെന്നാണ് പലരും സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. അഫ്കോഴ്സ് ടൂം സ്റ്റോണിനെ കുറിച്ച് അറിയാം നമുക്ക്. ഈ ഒരു സിനിമയിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അല്ലെങ്കിൽ സ്പെക്കുലേറ്റ് ചെയ്യപ്പെടുന്നൊരു വില്ലൻ തന്നെയാണ് നമ്മൾ ടൂം സ്റ്റോൺ എന്ന് പറയുന്നത്. പക്ഷേ എന്തായാലും അതിന് മറ്റൊരു വീഡിയോയിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ആ നെറേറ്റർ പറയുന്നത് വെച്ചാൽ സ്പൈഡറിന് 3 ലൈഫ് സൈക്കിളാണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് ആ വില്ലൻ്റെ വോയിസ് ഓവർ ആകാൻ സാധ്യതകൾ ഏറെയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ബ്ലാസ്റ്റാണ്. ആ ഒരു ബ്ലാസ്റ്റ് വന്നിട്ട് നടക്കുന്നത് അവിടെ നിൽക്കുന്നവരുടെയൊക്കെ ഒരു യൂണിഫോമൊക്കെ കണ്ടിട്ട് ഡാമേജ് കൺട്രോളിൻ്റെ ഓഫീസിൽ നിന്നാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയം ഇല്ലാതില്ല. പിന്നെ അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട് ഈ മ്യൂട്ടേഷനും ഇതനുസരിച്ച് ആ സ്പൈഡറിന് ആ ഒരു ഭയങ്കരമായിട്ട് ത്രെറ്റ്സൊക്കെ വരുമ്പോൾ ആ ഒരു വൾണറബിൾ ആവുമെന്ന് പറയുന്നുണ്ട്. അത് പീറ്റർ പാർക്കറിനെയും സ്പൈഡർമാനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. സോ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സീൻ കാണുന്നത് വെച്ചാൽ ബിൽ എന്ന് പറയുന്നൊരു വ്യക്തിയെ കാണുന്നുണ്ട്. ബിൽ ആരാണ് എന്താണെന്ന് പറയുന്നില്ല. സബ് ടൈറ്റിൽ ബിൽ എന്ന് പറയുന്നൊരു പേര് കണ്ടു. അതാരാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇപ്പം എനിക്കറിയത്തില്ല തൽക്കാലം. അയാൾ പറയുന്നത് ഇത്രയാണ്, അതായത് നമ്മൾ ഇപ്പോൾ വളരെ വലിയൊരു ഡേഞ്ചറിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഡേഞ്ചറിനെ വന്നിട്ട് നമുക്ക് കാണാൻ പോലും പറ്റില്ല, പിന്നെയല്ലേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത്. സോ കാണാൻ പറ്റാത്ത രീതിക്ക് എന്ത് തേങ്ങ അല്ലെങ്കിൽ സോറി ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. എന്താണ് കാണാൻ പോലും പറ്റാത്ത ത്രെറ്റ്? മൾട്ടിവേഴ്സൽ ത്രെറ്റാണോ? എന്തായാലും ഈ പടം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ നടുക്കാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ എന്തെങ്കിലും ഒരു റെഫറൻസ് നമ്മൾ സ്പൈഡർമാൻ നോവേ ഹോമിൽ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിൻ്റെ ഒരു ട്രെയിലർ പോസ്റ്റ് ക്രെഡിറ്റ്സ് ഞാൻ കണ്ട പോലെ, ട്രെയിലറൊന്നും കണ്ടില്ലെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഒരു എൻഡിങ് സാധനം ക്ലിപ്പായിട്ടോ ക്രെഡിറ്റ് സീനായിട്ടോ വയ്ക്കും. പക്ഷേ ഈ കാണാൻ പറ്റാത്തത് ഐ തിങ്ക് മൾട്ടിവേഴ്സ്, ഐ ഡോണ്ട് നോ. ബട്ട് ഞാൻ ഈ ഒരു ടോപ്പിക് പറഞ്ഞില്ല. അതായത് നമ്മൾ ടോബി മെഗ്വറിൻ്റെ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്പൈഡർമാൻമാർ വരുമോ എന്നുള്ളത്. ആൻഡ് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പലരും പറയുന്നത് സ്റ്റിൽ ദ ഡോർ ഇസ് ഓപ്പൺ എന്നാണ്. അതായത് എനിക്കും വിശ്വാസമുണ്ട്. കാരണം നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലും സീക്രട്ട് വാർസിലും ടോബി മെഗ്വറിൻ്റെ സ്പൈഡർമാൻ വരും. ഈവൻ ലീക്സിലെടുത്ത് നോക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ടോബി മെഗ്വറിൻ്റെ സ്പൈഡർമാൻ്റെ ഇത് വെച്ചാണ് തുടങ്ങുന്നത്. ടോബി മെഗ്വറിൻ്റെ സ്പൈഡർമാൻ ഹൾക്കിനെ ഫൈറ്റ് ചെയ്യുന്നത്, വുൾവറീനെ ഫൈറ്റ് ചെയ്യുന്നത്, അങ്ങനെ. അതുകൊണ്ട് തന്നെ ഐ തിങ്ക് മേ ബി ഹൈ ചാൻസസ് ആർ ദർ ടോബിയും ആൻഡ്രൂവിനെയൊക്കെ കൊണ്ടുവരാൻ. പക്ഷേ എന്തുകൊണ്ട്, എൻ്റെ ഒരു സംശയം എന്ന ഡൗട്ട് ഞാൻ ചോദിക്കുകയാണ്. നോവേ ഹോമിൽ അവർ വന്നു, അപ്പം ബ്രാൻഡ് ന്യൂ ഡേയിൽ ആ ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. എന്നാലും എന്തിനായിരിക്കും, ഐ ഡോണ്ട് നോ. ചിലപ്പോൾ ചാൻസസ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു ശതമാനം ചാൻസസ് ഉണ്ട് അവർ തിരിച്ചു വരാൻ. ബട്ട് ഈ വില്ലൻസൊക്കെ വരുന്ന പോലെ തന്നെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. എനിവേയ്സ്, പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു പെണ്ണാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പെണ്ണ് ഇങ്ങനെ കൈ ഇങ്ങനെ ഒരു ഇത് വയ്ക്കുന്നതാണ്. അവർക്ക് ഇതിൻ്റെ എന്തൊക്കെയോ പങ്കുണ്ടെന്ന് തോന്നുന്നു. സോ പലരും പറയുന്നത് സാഡി സിംഗ് എന്ന് പറയുന്ന ആക്ട്രസ് ഉണ്ട്, അവരാണ്. സാഡി സിംഗ് എന്ന് പറയുന്ന ആക്ട്രസ് ഉണ്ടെന്ന് പറഞ്ഞത് എനിക്ക് സാഡി സിംഗിനെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടൊന്നുമില്ല, ജസ്റ്റ് സാഡി സിംഗ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സോ നമ്മുടെ സാഡി സിംഗ് ഈ പടത്തിലുണ്ട്, കാസ്റ്റല്ല പാർട്ട് തന്നെയാണ്. പക്ഷേ എല്ലാവരും പറയുന്നത് സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഗെൻ സ്റ്റേസി അല്ലെങ്കിൽ ബ്ലാക്ക് കാറ്റ് ഈ ക്യാരക്ടേഴ്സ് ആയിരിക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, അതിൻ്റെ ഒരു ബാക്ക് ഷോട്ട് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ആൾക്ക് ഈ ബ്ലാസ്റ്റിൻ്റെ സീനിന് ശേഷം എന്താ പറയുക, നമ്മുടെ ഈ ബില്ലെന്ന് പറയുന്ന ആൾ പറഞ്ഞില്ലേ ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ആൾക്ക് ഈ ഷോ കാണിച്ച അല്ലെങ്കിൽ ഈ ഒരു ഹാൻഡ് ജെസ്റ്റർ കാണിച്ച ആൾക്ക് ഈ സിനിമയിൽ വളരെ വലിയൊരു പങ്കുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. സോ അടുത്ത നമ്മൾ സ്കോർപ്പിയോൺ വില്ലനെയാണ് കാണുന്നത്. സോ പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ സ്റ്റേ ഔട്ട് ഓഫ് മൈ വേ. സോ പുള്ളിക്കാരനും എന്തോ ഇതുണ്ട്, എന്തോ ഉദ്ദേശമുണ്ട്. പക്ഷേ ഇവർ വളരെ ക്ലോസ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ ടോം ഹോളണ്ടും പഴയ പോലെ ഒന്നുമില്ല, സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല, വളരെ നല്ല കാര്യം. പക്ഷേ എന്നാൽ പോലും
ഒരു ഐഡിയ കിട്ടാൻ നമുക്ക് ഇത്തിരി ടഫാണ്. നമുക്ക് ഇങ്ങനെ മെന്നെടുക്കാം എന്നുള്ളതാണ് കോമിക്സ് റെഫറൻസൊക്കെ വെച്ച്. എന്നാലും പിന്നെന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഫ്രാങ്കിൻ്റെ ഒരു ഡയലോഗുണ്ട്, പണിഷറിൻ്റെ ഒരു ഡയലോഗുണ്ട്, കിഡ് യു ആർ ലൂസിങ് ഇറ്റ്, നിനക്കൊണ്ടൊന്നും പറ്റില്ല, നീ തോറ്റു പോകും എന്ന് പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ചാൽ റൂഫ് ടോപ്പിൽ നമ്മുടെ മേരി ജെയിനും സ്പൈഡർമാനും നിൽക്കുന്നതാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഇവർക്ക് ഒക്കെ ഓർമ്മ തിരിച്ചു കിട്ടുന്നൊരു കാര്യം, അതിവിടെ നോക്കണ്ട. ഇത് ലൈക്കൊരു ഈ പടത്തിൻ്റെ നടുക്ക് എവിടെയെങ്കിലും വെച്ച് സംഭവിക്കുന്ന ഒരു സംഭവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് വെച്ചാൽ ഇത് വന്നിട്ട് ഇത് ജസ്റ്റ് എന്തെങ്കിലും ഒരു അപകടത്തിൽ നിന്ന് മേരി ജെയിനെ സ്പൈഡർമാൻ രക്ഷിക്കുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഷോട്ട് ഗൈസ് ഒരു ഒന്നൊന്നര ഷോട്ടാണ്. സോ ഇത് സ്പൈഡർമാൻ ആദ്യമായിട്ട് വന്ന കോമിക്സിലെ ഗൈസ്, ആ കോമിക്സിൽ ആ കവർ പേജിൽ വന്ന ആ ഷോട്ട് ഇവർ റീക്രിയേറ്റ് ചെയ്തതാണ്. അത് ഞാൻ എൻ്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, കോമിക് റെഫറൻസ് എന്ന് പറഞ്ഞത്. സോ ഗൈസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമും ഇട്ടിട്ടുണ്ട്, ട്വിറ്ററും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററിലൊന്ന് ഫോളോ ചെയ്യുക. ഞാൻ അതിൽ ഇതുപോലെ ഓരോ സംഭവങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെയായാലും ആ ഒരു പോസ് റീക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ് ഇൻ ദ സെൻസ് ഗൈസ്, അതിൻ്റെ ഒരു കളർ ഗ്രേഡിങ് ഇൻ ദ സെൻസ് പറയുകയാണെങ്കിൽ ഗൈസ്, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഒരു വേറെ ലെവൽ ഗൈസ്. അതിൻ്റെ ഐമാക്സ് വർത്തി ഫിലിം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ. പക്ഷേ ഞാൻ ഐമാക്സ് കാണണമോ എന്നുള്ള ഡൗട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ എഡിസ് പ്ലസ്സിൽ കാണണോ അങ്ങനെ. പക്ഷേ ആ ഒരു ഫ്രെയിം ഗൈസ്, ആ ഫ്രെയിം സംസാരിക്കുന്നുണ്ട് ഈ സിനിമയെ പറ്റി. ആ ലെവൽ കിട്ടുന്നൊരു ഒന്നൊന്നര ഫ്രെയിമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ആ ഒരു സീൻ അത് നമ്മളെ സ്റ്റാൻലി സ്യൂഡിക്കൊക്കെ ചെയ്തൊരു കോമിക്കാണ്. അതൊരു റീക്രിയേറ്റ് ചെയ്ത് ഭയങ്കര സന്തോഷമായി ആ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ എൻ്റെ ക്ലിപ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യം വന്ന ക്ലിപ്സുകളിലൊന്നാണിത്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു മാൻ ദിസ് ലുക്സ് എപ്പിക് എന്ന് പറഞ്ഞ്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും പിന്നീട് കുറേ വില്ലൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വില്ലൻസ് അതിൻ്റെ ഇടയിൽ നമ്മൾ വില്ലൻസ് പോട്ടെ, വില്ലൻസിനെ കാട്ടിയും വലിയ സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നെറേഷൻ വരുന്നുണ്ട്. സോ ഇവിടെ പീറ്റർ പാർക്കർ കുറച്ച് ചുവന്ന ഉടുപ്പിട്ട കുറച്ച് നിഞ്ചാസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഇവരെന്ന് പറയുന്നത് ദ ഹാൻഡ് എന്ന് പറയുന്നൊരു ഓർഗനൈസേഷനാണ് കോമിക്സിൽ. സോ ഈ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു അതായത് സിനിമ ജസ്റ്റ് ടൈറ്റിൽ പുറത്തു വിട്ടപ്പോൾ തന്നെ എന്താ പറയുക, ദ ഹാൻഡ് എന്ന് പറയുന്ന ഈ ഒരു മാർവലിലെ ഈ ഒരു ക്രിമിനൽ അല്ല, ഒരു സാത്താൻ സേവ പോലത്തെ ഒരു സംഭവമാണ്. ഓൾമോസ്റ്റ് അതുപോലത്തെ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഫസ്റ്റ് അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ ഇവന്മാർ പറഞ്ഞു ദ ഹാൻഡ് വരും. അവന്മാരെ കുറ്റം പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അവന്മാർ പറഞ്ഞത് സത്യമായിരുന്നു. ദ ഹാൻഡ് ആണ് ദ ഹാൻഡ്. ആ ഒരു ഓർഗനൈസേഷനാണ് ഇതിലെ മെയിൻ വില്ലൻസായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇനി അങ്ങോട്ടുള്ള ഷോർട്സിലൊക്കെ ഇതിലുണ്ട്. എന്തൊക്കെ തന്നെയായാലും റീബർത്ത് എന്ന് പറഞ്ഞൊരു സംഭവത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സോ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ബീസ്റ്റ് എന്ന് പറയുന്ന ഒരു ആളുടെ ഇതാണ് ദ ഹാൻഡ് എന്ന് പറയുന്നത്. ക്രാഹലാക്ക് എന്ന് പറഞ്ഞൊരു വില്ലനാണ്. അതൊരു എൻറ്റിറ്റി പോലത്തെ സംഭവമാണ്. നമ്മുടെ ഈ ഒരാൾ വന്നിട്ട് അവരാണ് ഈ എന്താ പറയുക ദ ഹാൻഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ പിന്നിലൊക്കെ നിൽക്കുന്നത്. സോ പലരും പറയുന്നത് എലക്ട്ര എന്ന് പറയുന്ന ക്യാരക്ടർ, നമുക്കറിയാമല്ലോ എലക്ട്ര ഈ ഒരു ഇതിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ഈ ദ ഹാൻഡിന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോമിക്സിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ക്രാഹലാക്ക് എന്ന് പറയുന്ന വില്ലൻ്റെ ഒരു എന്താ പറയുക ഒരു ഫോ അതായത് അലൈ പോലത്തെ വില്ലൻ്റെ ഒരു ആണ്. ഇൻ ദ സെൻസ് എനിമി പോലെയാണ്. പക്ഷേ ഈ കോമിക്സിലല്ല, ഞാൻ പറഞ്ഞുതരാം. ഒരു തിയറി വരുന്നുണ്ട്, അതായത് എലക്ട്രയാണ് ഈ ഒരു ഓർഗനൈസേഷൻ്റെ പിന്നിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ നമ്മൾ ഒരു ഫൈറ്റാണ്, അതൊരു ഐക്കോണിക് ഫൈറ്റാണ്. കാരണം ഡസ്റ്റിൻ ഡാനിയൽ ക്രെറ്റനെ ഞാൻ ഇവിടെ പ്രൈസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്പൈഡിങ് ആകാശത്തു നിന്ന് ചാടി താഴോട്ട് വരുന്നു. ഈ നിഞ്ചാസ് പോലുള്ളവർ, അതായത് ഈ ദ ഹാൻഡിൻ്റെ ഓർഗനൈസേഷനിലുള്ളവർ, അവർ വന്നിട്ട് ഇങ്ങനെ ചാടി വന്ന് ആ മിഡ് എയറിൽ ഒരു എൻകൗണ്ടർ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ആ ഒരു സീൻ. ലൈക്ക് ഈ ഒരു പടത്തിലെ ഒരുപാട് പീക്ക് സീൻസ് ഉണ്ട്. പക്ഷേ എനിക്കൊരു സംശയം,
സംശയം എന്ന് വെച്ചാൽ എൻ്റെ മാത്രം സംശയമല്ല, കുറേ നേർഡ്സിൻ്റെ ഒരു സംശയമാണ്. അതായത് നമ്മുടെ ജാക്കി ചാൻ വന്നിട്ട് ഈ സിനിമയുടെ സ്റ്റണ്ട് ടീമിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നല്ല പറയുന്നത്, ജാക്കി ചാൻ്റെ സ്റ്റണ്ട് ടീം ഈ പടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജാക്കി ചാൻ പേഴ്സണലി പലവട്ടവും ഇതിൻ്റെ സെറ്റിൽ പോയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അതൊന്നും അറിഞ്ഞുകൂടാ, സത്യമായിരിക്കാം അല്ലായിരിക്കാം. എന്നാൽ പോലും എനിക്ക് തോന്നുന്നുണ്ട് ജാക്കി ചാൻ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആ ഒരു ഫസ്റ്റ് ഹാൻഡ് ഇവരെ കാണിച്ചില്ലേ, ആ ഒരു ഷോട്ടിൽ പീറ്റർ ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പൈഡർമാൻ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഹാൻഡ് മെമ്പറിൻ്റെ കണ്ണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഗൈസ് അത് നമ്മുടെ ജാക്കി ചാൻ ആണോ എന്ന് സംശയമുണ്ട്. ജസ്റ്റ് എൻ്റെ ഒരു സംശയം മാത്രം പറഞ്ഞുള്ളൂ. അത് വെച്ച് നിന്നെ ട്രോളാനൊന്നും ഇതാക്കണ്ട, ഞാൻ ജസ്റ്റ് ഒരു ഇതൊന്നും പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ MJ വരുന്നതായിട്ടാണ്. MJ വരുന്ന സമയത്ത് MJക്ക് ഓർമ്മയില്ല ഇൻ ദ സെൻസ് എല്ലാം എറേസ് ചെയ്തേനല്ലോ. അപ്പം ആയിട്ടാണ് പീറ്റർ പാർക്കർ നിൽക്കുന്ന ടൈമിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നെഡിൻ്റെ മുഖത്തും അത്ര ഒരു ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംഭവം ഇല്ല. അതായത് പീറ്റർ പാർക്കറിൻ്റെ നമ്മുടെ ഫാർ ഫ്രം ഹോം കമ്മിങ്, നോ വേ ഹോമിലൊക്കെ നിന്ന പോലത്തെ ഒരു ചിരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഏതൊരു സ്ട്രേഞ്ചറിൻ്റെ കൂടെ നിൽക്കുന്ന പോലെയാണ് നമ്മുടെ നെഡ് നിൽക്കുന്നത്. ആ ഒരു ലെവൽ സെറ്റപ്പിലല്ല നമ്മുടെ നെഡ് ഇപ്പോൾ പീറ്ററിൻ്റെ കൂടെ നിൽക്കുന്നത്. സോ അവിടെ വെച്ചിട്ടായിട്ട് നമ്മുടെ പീറ്ററിൻ്റെ അടുത്തായിട്ട് MJ പറയുന്നുണ്ട്, നൈസ് ഫ്ലവേഴ്സ്, നല്ല ഫ്ലവേഴ്സ്, കൊള്ളാം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാതെ അതൊരു ഹൗസ് വാമിങ് ഗിഫ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്, പീറ്റർ പറയുന്നുണ്ട്. സോ ഹൗസ് വാമിങ് ഗിഫ്റ്റ് എന്ന് പറയുന്ന സമയത്തായിട്ട് എനിക്കൊരു ഡൗട്ട് അടിച്ചതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ MJയുടെ വീടിൻ്റെ പാലുകാച്ചാണോ, അത് നെഡിൻ്റെ ആണോ, അല്ലെങ്കിൽ MJയുടെ ആവില്ല നെഡിൻ്റെ ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ പീറ്ററിനെ ഓർമ്മയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ പീറ്ററിൻ്റെ ഡിപ്രഷനും. സോ പീറ്ററിനെ ഓർമ്മയില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു പാർട്ടിയിൽ നമ്മൾ നേരത്തെ കണ്ട സീനില്ലേ, ആ പാർട്ടി പോലെ ഇപ്പോൾ പീറ്റർ പഠിക്കുന്ന ഒരു കോളേജിലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവരുമായിട്ട് മ്യൂച്വലായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി, അങ്ങനത്തെ ഒരു ഇൻവൈറ്റ് എനിക്ക് കിട്ടിയത്. അപ്പം പീറ്റർ പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഞാനൊരു ജസ്റ്റ് നിങ്ങളൊരു നെയ്ബറാണെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ MJ പറയുന്നത് ഫ്രണ്ട്ലി നെയ്ബർ എന്ന് പറയുന്നത് അതൊരു റെഫറൻസാണ്. നമ്മുടെ പീറ്റർ നമ്മുടെ സ്പൈഡർമാനെ അറിയപ്പെടുന്നത് തന്നെ യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ എന്നാണ്. സോ അവിടെ വെച്ചിട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ടൈറ്റിൽ നമുക്ക് കിട്ടിയിരിക്കുകയാണ് സ്പൈഡർമാൻ, യുവർ ഫ്രണ്ട്ലി, അത്രയും മതി എന്നുള്ള രീതിക്ക്. പക്ഷേ അത് പറഞ്ഞപ്പോൾ നമ്മുടെ പീറ്റർ പാർക്കർ ചോക്ക് ചെയ്യുന്നതായിട്ട്, അതായത് വെള്ളമോ ജ്യൂസോ തണ്ണിയ ബിയറോ ആൽക്കഹോളോ എന്തോ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പീറ്റർ പാർക്കർ വന്നിട്ട് ചോക്കിയും ഇക്കളെടുത്ത് ആവുന്നതാണ്, നെട്ടലോടെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നെട്ടലിൻ്റെ കാരണം എന്ന് പറയുന്നത് പീറ്റർ ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം ഇവർക്ക് അറിയാമോ അത് എന്ത് മനസ്സിലായില്ലേ? അതായത് പീറ്റർ വിചാരിച്ചു ഞാനാണ് സ്പൈഡർമാൻ എന്നിവർക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഓർമ്മ തിരിച്ചു വന്നു എന്നൊരു ഒരു സെറ്റപ്പായിരിക്കും. എന്തൊക്കെ തന്നെയായാലും ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു അടിപൊളി സിനിമയായിരിക്കും. കളക്ഷൻ റെക്കോർഡുകളൊക്കെ ഭേദിക്കും. പക്ഷേ നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ഒക്കെയാണ് വരാൻ പോകുന്നത്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ലെവലിലോട്ടൊന്നും പോവില്ല. എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റെക്കോർഡൊക്കെ ഷാറ്റർ ചെയ്ത് തരും. ആൻഡ് ഡസ്റ്റിൻ ഡാനിയൽ ക്രിസ്റ്റനിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് നല്ല എല്ലാ മാർവൽ ഫാൻസിൻ്റെ വിശ്വാസമുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഈ പടം നടക്കുന്നത് ഒരു കൺഫ്യൂഷനായിരുന്നു. അതായത് ഈ പടം പ്ലേസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് നമ്മുടെ ഡെയർഡെവിൾ ബോൺ അഗെയിൻ സീസൺ 2 നടുക്കായിട്ടും ശേഷമായിട്ടും അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് മുമ്പെയാണ്. സോ ഇവിടെ നമ്മുടെ മേയർ ഫിസ്ക്, അതായത് കിങ് പിൻ്റെ അതായത് ന്യൂയോർക്കിൻ്റെ മേയറാണ് ഇപ്പോൾ നമ്മുടെ ഫിസ്ക്. സോ ആ ഒരു സെറ്റപ്പ് എന്തായിരിക്കുമോ എന്നൊന്നും അറിയത്തില്ല. കാരണം എനിക്ക് തോന്നുന്നു ഡെയർഡെവിൾ ബോൺ അഗെയിൻ്റെ സീസൺ 2 അവസാനം നമ്മുടെ ഫിസ്കിനെ അല്ലെങ്കിൽ നമ്മുടെ കിങ് പിന്നിന് എന്ത് പറ്റും എന്നൊന്നും നമുക്കറിയത്തില്ല.
ഈ അതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് അത് ഭയങ്കര വയലൻ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷേ എന്നാൽ പോലും കിങ് പിൻ നമ്മുടെ ഡെയർ ഡെവിളിൻ്റെ സീസൺ 1 അതായത് ബോൺ അഗെയിൻ്റെ സീസൺ 1 സ്പൈഡർമാനെ കുറച്ച് റെഫറൻസ് ചെയ്തിട്ടുണ്ട്. സോ എന്തൊക്കെ തന്നെയായാലും സ്പൈഡർമാൻ എൻ്റെ ഒരു ഇതിൽ വരുന്നതായിരിക്കും. അത് മാത്രമല്ല ഡെയർ ഡെവിളിനും വരാൻ നല്ല ഹൈ ചാൻസസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും ഗൈസ്, ഈ വീഡിയോ ഇത്തിരി ലോങ് ആയിപ്പോയെന്നറിയാം. ഞാൻ ലൈക്ക് ഈ ഒരു ട്രെയിലർ ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്തിട്ട് ഇത്രയും ലോങ് ആയിട്ടൊന്നും പോയിട്ടില്ല. എന്നാൽ പോലും ഈ ഒരു സിനിമയല്ല ട്രെയിലറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത്രയും നല്ലൊരു ട്രെയിലറായിരുന്നു. ഒരുപാട് അധികം ഡീറ്റെയിൽസ് ഇല്ല എന്ന് പറയാനും പറ്റില്ല, എന്നാൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടെന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു ട്രെയിലർ മിഡെന്നല്ല കേട്ടോ, ഒരു ഇൻ്റർമീഡിയറ്റ് രീതിക്ക് ഒരു അത്യാവശ്യം ഡീറ്റെയിൽസൊക്കെ കുത്തി നിറച്ചുകൊണ്ട് നല്ലൊരു ഫാൻ സർവീസ് പറയാൻ പറ്റില്ല, ടോബി ആൻഡ്രൂനെ കാണിച്ചില്ല. എന്നാൽ പോലും നല്ലൊരു വളരെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു ട്രെയിലറാണിത്. നമ്മളൊക്കെ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഒരു ട്രെയിലറാണ്. ഇനി ഇതിൻ്റെ ട്രെയിലർ 2 കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. എന്തൊക്കെ തന്നെയായാലും ഞാൻ ഇത്രയും ലോങ് ആയി പോകും ഈ വീഡിയോ എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തൊക്കെ തന്നെയായാലും നിങ്ങൾ ഈ ഒരു ഇത്രയും ലെങ്ത്ത് വരെ എൻ്റെ ബ്രേക്ക് ഡൗൺ നിങ്ങൾ ഇത്രയും അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ ഒരാഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു സ്പൈഡർമാൻ അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒരു ഐ ലവ് സ്പൈഡർമാൻ നിങ്ങൾ ഈ ഒരു ലെങ്ത്ത് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഐ ലവ് സ്പൈഡർമാൻ എന്ന് പറഞ്ഞ് ഒരു ഹാർട്ടും കൂടെ ഇട്ടാൽ എനിക്ക് കുറച്ച് സന്തോഷമല്ല, എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആവും. എന്തൊക്കെ തന്നെയായാലും ഗൈസ്, ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അതിൻ്റെ ഓഫ്കോഴ്സ് മലയാളം ഡബ്ബിങ് വന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡുമാണ്. എന്ന് വെച്ചാൽ മലയാളം ഡബ്ബിങ് അല്ല കാണുന്നത്. എന്നാൽ പോലും എന്താ പറയുക, സ്പൈഡർമാൻ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു സൂപ്പർ ഹീറോ എന്ന് വെച്ചാൽ അയൺമാൻ, തോർ, സ്പൈഡർമാൻ, ലോക്കി അങ്ങനെയാണ്. സ്പൈഡർമാൻ നമ്മളൊക്കെ ആദ്യമേ കണ്ട ഒരു സാധനമാണല്ലോ. മാർവലിൻ്റെ ഒരു എക്സ്പോഷർ നമുക്ക് എല്ലാവർക്കും കിട്ടിയത് എക്സ്മെനിലൂടെ, അവഞ്ചേഴ്സിലൊന്നുമില്ല, ഓഫ്കോഴ്സ് സ്പൈഡർമാനിലൂടെയാണ്. എന്തൊക്കെ തന്നെയാണ് ഈ വീഡിയോ നല്ല ലോങ് ആയി. ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ഒരു പ്രോപ്പർ ലെങ്ത് അല്ല. അത്രയും ഡീറ്റെയിൽസ് പറയാനുണ്ട്. അത്രയും ഈ വീഡിയോയുടെ പിറകിൽ ഒരുപാട് നല്ല എഫേർട്ട് എടുത്തു ഞാൻ. ഇത്രയും ഒരുപാട് വർഷങ്ങളൊന്നുമില്ല, കുറച്ച് നാൾക്ക് ശേഷമാണ് ഇത്രയും എഫേർട്ടൊക്കെ ഇട്ടൊരു വീഡിയോ ചെയ്തത്. ആദ്യം ഞാൻ വിചാരിച്ചു ഇതൊരു ഹൈബ്രിഡ് സെറ്റപ്പിൽ വീഡിയോ ചെയ്യാമെന്നാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസും കാണിച്ചുകൊണ്ട് ലൈക്ക് ഈ ട്രെയിലറിൻ്റെ ഫുട്ടേജും കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ട്രെയിലറിൻ്റെ ഫുട്ടേജ് കാണിക്കുന്നുണ്ടപ്പം അതിൻ്റെ മുഖം മാസ്ക് ചെയ്ത് സൈഡിലൊക്കെ വെച്ച് അങ്ങനെ കാണും. പക്ഷേ സ്ക്രിപ്റ്റ് ചെയ്ത് വന്നപ്പം എനിക്ക് മനസ്സിലായി, സ്ക്രിപ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അറിയാമല്ലോ, സ്ക്രിപ്റ്റ് ചെയ്ത് വന്നപ്പം നല്ലൊരു ലെങ്ത്ത് വന്നു. അപ്പം വീഡിയോ ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ലെവലല്ല ഈ സെറ്റപ്പ്. അത്രയും ഒരു പ്രോപ്പർ വോയിസ് ഓവർ സെറ്റപ്പിൽ തന്നെ പോകണം എന്നെനിക്ക് മനസ്സിലായി. എന്തൊക്കെ തന്നെയായാലും ഗൈസ്, നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ലോങ് ആയി, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന് പിന്നിൽ. സോ ഗൈസ്, നിങ്ങൾക്ക് ട്രെയിലർ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, നിങ്ങളൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് വളരെ വലിയൊരു സപ്പോർട്ടും എൻകറേജ്മെൻറ്റും മോട്ടിവേഷനും കാര്യങ്ങളായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ ഇടുക. പിന്നെ നമുക്ക് ഹൈപ്പ് ഓപ്ഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ പോലും നിങ്ങൾ ബാക്കി കൂടുതൽ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് നമുക്കൊരു ബെസ്റ്റ് കമ്മ്യൂണിറ്റി തന്നെ വളർത്താം. സോ ഗൈസ് എന്തൊക്കെ തന്നെയായിരുന്നു, ഇത്രയായിരുന്നു എനിക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത്. സോ ഗൈസ്, മറ്റൊരു മാറി നമുക്ക് വീണ്ടും കൊണ്ടാം. അതിന് ദിസ് മാച്ച് സൈനിങ് ഔട്ട് ആൻഡ് യു ആർ സൂപ്പർ ടീം ആൻഡ് സൂപ്പർ ഹീറോസ്.